ഞാനിപ്പോൾ ഉള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. പാലക്കാട് പോയി കയറാൻ നിന്നതായിരുന്നു. പക്ഷേ സാധാരണ 8-9 മണിക്കൂർ ലേറ്റ് ആവുന്ന ട്രെയിനിൽ നിന്ന് 2.5 മണിക്കൂർ മാത്രമേ ലേറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ ട്രെയിൻ വന്നപ്പോൾ തന്നെ വല്ലാത്ത നാറ്റാണ്. വലതുകാലം വെച്ച് അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അപ്പോൾ ട്രെയിനിൻ്റെ അകംഭാഗം മൊത്തം ഇതുപോലെ വൃത്തികെട്ട രീതിയിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു കോച്ചിൽ വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത കോച്ചിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കൈ കഴുകാൻ വാഷ് ബേസ് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ സൈഡിലാണെങ്കിൽ 2 മൂക്കും പൊത്തി പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. അതിൻ്റെ അകത്തേക്ക് തലയിട്ട് നോക്കാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കുന്നില്ല. ടോയ്ലറ്റിൻ്റെ സൈഡിൽ മാത്രമല്ല കേട്ടോ, ഈ ഒരു ട്രെയിനിൽ എവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂക്ക് പൊത്തിയിരിക്കണം. അതാണ് ഈ ഒരു ട്രെയിനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നൊന്ന് നടന്നു നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചപ്പൻ ചവറി നടന്നു പോകുന്ന വഴിയിൽ കൂട്ടിയിട്ട് കിടക്കുന്നുണ്ട്. അധികവും പാൻബലാഗിന്റെ പാക്കറ്റും അതുപോലെ തന്നെ ബീഡിക്കുറ്റി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു ട്രെയിനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് നോൺ എസിൽ ഏറ്റവും വൃത്തിയുള്ള ടോയ്ലറ്റ്. യൂറോപ്യൻ ടോയ്ലറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്രയെങ്കിലും വൃത്തി. ബാക്കി ടോയ്ലറ്റിന്റെ വാതിലാണെങ്കിൽ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കോർപ്പറേഷൻ്റെ ഒക്കെ കുപ്പ വണ്ടി പോകുമ്പോണ്ടാകുന്ന സ്മെൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു ട്രെയിനിന്റെ അകത്ത് ഏകദേശം ഉള്ളതും. പിന്നെ ഇതാണ് ഞങ്ങളുടെ വെച്ച് ഏറ്റവും വൃത്തിയുള്ള ഭാഗം. റെയിൽവേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഉപയോഗിക്കുന്നവർ കൂടി വിചാരിക്കണം വൃത്തിയായി സൂക്ഷിക്കണമെന്ന്. അല്ലാതെ ഇപ്പോൾ റെയിൽവേ എത്ര നല്ല ട്രെയിൻ ഇറക്കിയിട്ടും ഒരു കാര്യമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ദിബ്രുഗഡിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്. ഗതികെട്ടാ പോലും ഈ ഒരു ട്രെയിനിൽ കയറിയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ ട്രെയിൻ പുകവിടാത്തതുകൊണ്ട് ഈ ചേട്ടനാണ് ട്രെയിനെ പുകവിട്ട് സഹായിക്കുന്നുള്ളത്. വീഡിയോ എടുക്കുന്നത് കണ്ട് പയ്യന്മാർ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ യൂട്യൂബാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സെൽഫി ചോദിച്ചായിരുന്നു. അങ്ങനെ ട്രെയിൻ ഇറങ്ങി സെൽഫി എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് ട്രെയിൻ ഇറങ്ങി 2 സെൽഫി ഒക്കെ എടുത്ത് കൊടുത്തു. ഈ ഒരു ട്രെയിനിലെ ജനറലും സ്ലീപ്പർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിനേക്കാളും ഗതികേടാണ് സ്ലീപ്പറിലെ അവസ്ഥ. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഛർദ്ദിക്കട്ടെ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയി കാണാം. ഗുഡ് ബൈ.